Hello and welcome to Easy Learn 365 Banking and Insurance Classes. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഇൻട്രൊഡക്ഷൻ ടു ബാങ്കിങ്ങിന്റെ പാർട്ട് 1 ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ബാങ്കിങ് എന്താണെന്നും ബാങ്കിങ്ങിന്റെ വിശദമായിട്ടുള്ള ഹിസ്റ്ററിയും നമ്മൾ പരിശോധിക്കേണ്ടായി. നിങ്ങൾ ആ സെഷൻ കണ്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങളത് കണ്ടതിന് ശേഷം ഈ സെഷനിലേക്ക് വരിക. വിശദമായി നമ്മൾ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ക്ലാസ്സുകൾ തുടർന്നുള്ള സെഷൻസിൽ ഇടുന്നതായിരിക്കും. നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത് കാണുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബട്ടൺ ഇനേബിൾ ചെയ്യുക. തുടർന്ന് നിങ്ങൾക്കുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നമ്മൾ വിശദമായി ബാങ്കിങ്ങിനെ കുറിച്ച് പരിശോധിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ തുടർന്ന് നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ബാങ്കുകളാണ്. പലതരത്തിലുള്ള ബാങ്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് സേവിങ്സ് ബാങ്കുകളാണ്. സേവിങ്സ് ബാങ്കുകൾ നമ്മുടെ സേവിങ്സിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതായിട്ടുള്ള ബാങ്കുകളാണ്. പക്ഷെ അത്തരം ബാങ്കുകൾ എന്ന രീതിയിൽ അതിന് മാത്രമുള്ള ബാങ്കുകൾ വളരെ കുറവാണ്. എന്നാൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ് നമ്മൾ പൊതുവെ കാണുന്നതായ, നമ്മുടെ അടുത്തൊക്കെ കാണുന്നതായിട്ടുള്ള ബാങ്കുകൾ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ്. വളരെയധികം കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഇന്ത്യയിലുണ്ട്. പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും ജോയിന്റ് ആയിട്ടും ഒക്കെ ധാരാളം കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഇന്ത്യയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്കുകൾ പർട്ടിക്കുലർ ഫോക്കസ് ആണ്. നമ്മൾ കോമൺ പീപ്പിളിന് ഉള്ള ബാങ്കുകളല്ലത്, കമ്പനീസിന് വേണ്ടി, ഇൻഡസ്ട്രീസിന് വേണ്ടി മാത്രം, അവരുടെ ഡെവലപ്മെന്റിന് മാത്രം പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി നോക്കുന്നുണ്ട്. ഇൻഡിജിനിയസ് ബാങ്കുകൾ എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു പ്രദേശത്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ബാങ്കുകളാണ് ഇൻഡിജിനിയസ് ബാങ്കുകൾ. സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾക്ക് അറിയുന്നത് പോലെ എല്ലാ രാജ്യത്തിൻ്റെയും ബാങ്കിങ് സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു ബാങ്ക് അവിടെ ഉണ്ടായിരിക്കും. ഇന്ത്യയിൽ അതിന് RBI എന്നാണ് നമ്മൾ പറയുന്നത്. RBI ആണ് ഇന്ത്യയിലെ എല്ലാ ബാങ്കിങ് സംവിധാനങ്ങളെയും നിയന്ത്രിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ബാങ്കാണ് സെൻട്രൽ ബാങ്ക്. ഓഫ്ഷോർ ബാങ്കിങ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പരിധിക്കപ്പുറത്ത് അല്ലെങ്കിൽ രാജ്യ അതിർത്തികൾക്കപ്പുറത്തുള്ള ബാങ്കിങ് സിസ്റ്റം, അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിങ് സർവീസ് രാജ്യാതിർത്തികൾക്കപ്പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തെ ബാങ്കിങ് സർവീസ് നമുക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുമ്പോൾ ഇത്തരം ഓഫ്ഷോർ ബാങ്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കൊച്ചിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ റോയൽ ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡ് എന്നൊക്കെ പറയുന്ന ബാങ്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ബാങ്ക് ഓഫ് അറബ് എന്നൊക്കെ പറയുന്ന ബാങ്ക് ഓഫ് ദുബായ്, ഇത്തരം ബാങ്കുകളൊക്കെ തന്നെ ഓഫ്ഷോർ ബാങ്കിങ് എന്ന് നമുക്ക് പറയാൻ കഴിയും. എക്സ്ചേഞ്ചിന് വേണ്ടി, കറൻസി എക്സ്ചേഞ്ചിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബാങ്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ റീജിയണൽ റൂറൽ ബാങ്കുകൾ, പർട്ടിക്കുലർ ഫോക്കസ് ഓൺ റൂറൽ ഏരിയ, അതിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അഗ്രികൾച്ചർ സെക്ടറിനെയും അതുപോലെ തന്നെ റൂറൽ MSMEസിനെയും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ബാങ്കുകളാണ്. കേരളത്തിൽ RRB ആയിട്ട് പ്രവർത്തിക്കുന്നത് കേരള ഗ്രാമീൺ ബാങ്കാണ്. പണ്ട് അതിനെ നോർത്ത് കേരള ആൻഡ് സൗത്ത് കേരള ഗ്രാമീൺ ബാങ്കുകൾ എന്നറിയപ്പെട്ടിരുന്നു. പിന്നീട് അത് മെർജ് ചെയ്ത് കേരള ഗ്രാമീൺ ബാങ്ക് KGB എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. സ്പെഷ്യലൈസ്ഡ് ബാങ്കുകളുണ്ട്, പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ബാങ്കുകളുണ്ട്. കോപ്പറേറ്റീവ് ബാങ്കുകളാണ് നമുക്ക് ഏറ്റവും ലോക്കലൈസ്ഡ് ആയിട്ട് നമുക്ക് കാണാവുന്ന, ഏറ്റവും നമ്മുടെ ഓരോ പഞ്ചായത്തുകളിൽ ഒന്നിലധികം കോപ്പറേറ്റീവ് ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ കാണാൻ കഴിയും. നമുക്കതെല്ലാം കേട്ട് പരിചയം ഉണ്ടായിരിക്കും. സഹകരണ അടിസ്ഥാനത്തിൽ, കോമൺ ആയിട്ടുള്ള ജനങ്ങളുടെ ഷെയറിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ബാങ്കുകളാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന് പറയുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ വേൾഡ് ബാങ്ക് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഞാൻ ഹിസ്റ്ററിയിൽ പറഞ്ഞതുപോലെ 1944 ബ്രിട്ടൻ വുഡ് സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ബാങ്കിങ് സിസ്റ്റത്തിലൂടെ, അല്ലെങ്കിൽ ആ ഒരു പേരോടുകൂടി വന്നിട്ടുള്ള ഒന്നാണ് IMF വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്ക് IBRD എന്നാണ് അറിയപ്പെട്ടിരുന്നത്, ഇന്ന് വേൾഡ് ബാങ്ക് എന്നറിയപ്പെടുന്നു. ലോകത്തെ തന്നെ സാമ്പത്തിക വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒന്നാണ് വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ റീസെന്റ് ഒറിജിൻ ആയിട്ട് വന്നിട്ടുള്ള ഒന്നാണ് ദ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. നമ്മുടെ ബ്രിക്സ് കൺട്രീസ് ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബാങ്കാണ് ദ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ബാങ്കുകളിൽ ഈ ബാങ്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രിക്സ് കൺട്രീസിന്റെ ഒരു സാമ്പത്തിക സോഴ്സ് ആയിട്ടും അവരുടെ ആ രാജ്യങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ്. ഈ ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഷാൻഹായിലാണ്, ചൈനയിലാണ്. എന്നാൽ ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് KV കാമത്ത്, ICICIയുടെ ബാങ്കിന്റെ MD ആയിരുന്ന KV കാമത്ത് ആണ് ഇതിന്റെ ആദ്യത്തെ MD ആയിട്ട് വരുന്നത്. ഇന്ത്യയിൽ നിന്നാണ്
MD വന്നിട്ടുള്ളത്. എന്നാൽ ചൈനയിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ബ്രിക്സ് കൺട്രീസിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യപ്പെടുന്ന ബാങ്കുകളുണ്ട്. പിന്നീട് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, അങ്ങനെയൊക്കെയുള്ള പലതരം ബാങ്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബാങ്കിലേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, ആരാണ് കസ്റ്റമർ എന്നുള്ളത്. ഹൂ ഈസ് എ കസ്റ്റമർ? നമ്മൾ വിചാരിക്കും ബാങ്കിൽ അക്കൗണ്ടുള്ള എല്ലാവരും കസ്റ്റമർ ആണെന്ന്. സ്വാഭാവികമായിട്ടും അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അതിനുപരിയായി ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ കൃത്യമായി അതിനൊരു ഡെഫിനേഷൻ ഉണ്ട്. എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു സർ ജോൺ പെഗറ്റ്, ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ കസ്റ്റമർ there must be some recognizable course or habit of dealing in the nature of regular banking business. നമുക്കൊരു ബാങ്കിങ് ഹാബിറ്റ് ഉണ്ടായിരിക്കണം. റെഗുലർ ആയിട്ട് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉള്ളവരെയാണ് ഒരു കസ്റ്റമർ എന്ന് ബാങ്ക് വിളിക്കുന്നത്. അല്ലാത്തവരെല്ലാം ഐഡിയൽ കസ്റ്റമറാണ്. അവരൊന്നും ബാങ്കിൽ റെഗുലർ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നവരല്ല. ആൻഡ് HL ആർട്ട് പറയുന്നു, എ കസ്റ്റമർ ഈസ് വൺ ഹൂ ഹാസ് എൻ അക്കൗണ്ട് വിത്ത് എ ബാങ്ക് ഓർ ഫോർ ഹും എ ബാങ്കർ ഹാബിച്വലി അണ്ടർടേക്സ് ടു ആക്ട് ആസ് സച്ച്. ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കുക, ഒരു ബാങ്കിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ കസ്റ്റമർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അക്കൗണ്ട് ഉണ്ടായതുകൊണ്ട് മാത്രം ബാങ്കിന്റെ ഡെഫിനേഷനിൽ ഒരു കസ്റ്റമർ ആവുന്നില്ല. പക്ഷേ ഒരു റെഗുലർ ബാങ്കിങ് ഹാബിറ്റ്, നമുക്ക് ഡെപ്പോസിറ്റ്സോ വിഡ്രോവൽസോ മറ്റെന്തെങ്കിലും സർവീസസോ അവൈൽ ചെയ്യുന്നവരായിരിക്കണം ഒരു കസ്റ്റമർ എന്ന് പറയുന്നത്. കസ്റ്റമറെ സംബന്ധിച്ച് ഡെപ്പോസിറ്റ് ആണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ലോണുകളുണ്ട്. ഡെപ്പോസിറ്റ് ഏതൊക്കെ തരത്തിൽ നമുക്ക് ചെയ്യാം? ഒന്ന് സേവിങ്സ് അക്കൗണ്ടുകളാണ്. കറണ്ട് അക്കൗണ്ട്, റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആൻഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. നമ്മളിന്ന് വിശദമായിട്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് പരിശോധിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും കുറച്ചും കൂടെ വിശദമായി നമ്മൾ തന്നെ പരിശോധിക്കാം. എന്താണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്? എ ബാങ്ക് സേവിങ്സ് അക്കൗണ്ട് is a type of account designed to simply hold money that we do not need immediate access to. These accounts are opened by the persons who want to save some part of their income, either to earn interest on deposit or for safety purpose. നമുക്ക് വളരെ പെട്ടെന്ന് ആവശ്യമില്ലാത്ത, ഇമ്മീഡിയറ്റ് ആക്സസ് ഇല്ലാത്ത മണിയെ നമ്മൾ സേവ് ചെയ്യുന്നതിന്, സൂക്ഷിച്ചു വെക്കുന്നതിന്, വീട്ടിലെടുത്ത് വെക്കുന്നതിന് പകരമായിട്ട് അത് സ്പെൻഡ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിന്മേൽ ചെറിയ ഇൻട്രസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാവുന്നതാണ്. ആർക്കാണ് ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, SB അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയും? ഏതൊരു ഇൻഡിവിജ്വൽ അവന് സ്വന്തം പേരിൽ ഒരു SB അക്കൗണ്ട് തുറക്കാനായിട്ട് കഴിയും. അതുപോലെ മൈനർ അണ്ടർ ദ റെപ്രസെന്റേഷൻ ഓഫ് ഹിസ് ഓർ ഹെർ ഗാർഡിയൻ, 18 വയസ്സിന് താഴെയുള്ളവർക്ക് അവരുടെ പാരന്റിന്റെ അല്ലെങ്കിൽ ഗാർഡിയന്റെ പേരിൽ അവരുടെ റെപ്രസെന്റേഷൻ കൂടി അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. ജോയിന്റ്ലി വിത്ത് എനി അതർ പേഴ്സൺ, രണ്ടിൽ കൂടുതൽ വ്യക്തികൾക്കും വേണമെങ്കിൽ ജോയിന്റ് ആയിട്ട് അക്കൗണ്ട് തുടങ്ങാം. ഫോർ എക്സാമ്പിൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന് തുടങ്ങാം, പാർട്ട്നേഴ്സിന് തമ്മിൽ തുടങ്ങാം. അങ്ങനെ പല രീതിയിലും ജോയിന്റ് ആയിട്ട് അക്കൗണ്ടുകൾ പല പർപ്പസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ക്ലബിന് വേണ്ടി, ഒരു പ്രത്യേക സ്ഥാപനത്തിന് വേണ്ടിയൊക്കെ നമുക്ക് അക്കൗണ്ടുകൾ, ജോയിന്റ് അക്കൗണ്ടുകൾ ആരംഭിക്കാം. SB അക്കൗണ്ട് തുടങ്ങുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? സേവിങ്സ് അക്കൗണ്ട് എൻകറേജസ് സേവിങ്സ് ഹാബിറ്റ് എമംഗ് സാലറി ഏണേഴ്സ് ആൻഡ് അതേഴ്സ് ഹു ഹാവ് ഫിക്സഡ് ഇൻകം. ഏതെങ്കിലും തരത്തിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു സേവിങ്സ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് SB അക്കൗണ്ടുകൾ പ്രധാനമായും പ്രവർത്തിക്കുന്നത്. സമൂഹത്തിൽ അത്തരമൊരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യേണ്ടത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വളരെയധികം അനിവാര്യമാണ്. ആൻഡ് ഇറ്റ് എനേബിൾസ് ദ ഡെപ്പോസിറ്റ് ടു ഏൺ ഇൻകം ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ്. ചെറിയ തോതിലൊരു ഇൻട്രസ്റ്റ് ഇൻകം കിട്ടാനായിട്ട് ഡെപ്പോസിറ്ററെ SB അക്കൗണ്ട് സഹായിക്കും. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ദ ഡെപ്പോസിറ്റ് ടു മേക്ക് പേയ്മെന്റ് ബൈ വേ ഓഫ് ചെക്സ്. പല രീതിയിലുള്ള ചെക്ക് പേയ്മെന്റ്സ് ആയിട്ടും അല്ലാതെയും ATMസിലൂടെയും അല്ലാതെയും ഓൺലൈൻ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓൺലൈൻ പേയ്മെന്റ്സ് ഒക്കെ നമുക്ക് SB അക്കൗണ്ട് വഴിയായിട്ട് ചെയ്യാൻ കഴിയും. The bank offers number of services to the savings bank account holders. ധാരാളം സർവീസുകൾ നമുക്ക് SB അക്കൗണ്ട് ഹോൾഡേഴ്സിന് ബാങ്കുകൾ കൊടുക്കുന്നുണ്ട്. ഓരോ ദിവസവും ഞാൻ നേരത്തെ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെ ഓരോ വർഷം കഴിയുന്തോറും ബാങ്കിങ് സർവീസസ് ഇങ്ങനെ ആഡ് ഓൺ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. SB അക്കൗണ്ടിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ സേവിങ്സ് അക്കൗണ്ട് ഈസ് ടു പ്രൊമോട്ട് സേവിങ്സ്. ഇന്നലെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സേവിങ്സ് അക്കൗണ്ടിന്റെ പ്രധാന ഉദ്ദേശം സേവിങ്സ് ഹാബിറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ആൻഡ് ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ഓൺ ദ നമ്പർ ഓഫ് ആൻഡ് എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ്. എത്ര അക്കൗണ്ട് തുടങ്ങണമെങ്കിലും എത്ര എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനും ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. വിഡ്രോവൽസ് ആർ അലൗഡ് സബ്ജക്ട് ടു സർട്ടൺ റെസ്ട്രിക്ഷൻസ്. പ്രത്യേക ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ATM എന്നൊക്കെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിന് പ്രത്യേക പരിധിയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണെങ്കിലും നമുക്ക്
ബാങ്ക് അക്കൗണ്ട് എത്ര മിനിമം ബാലൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പാലിക്കേണ്ടതാണ്. ആൻഡ് ദ മണി ക്യാൻ ബി വിഡ്രോൺ എയ്തർ ബൈ ചെക്ക് ഓർ വിഡ്രോവൽ സ്ലിപ്പ്. ഇന്ന് നമുക്ക് ചെക്കും വിഡ്രോവൽ സ്ലിപ്പും അല്ലാതെ ATM-ൽ കൂടെയും അല്ലാതെയും ഒക്കെ നമുക്ക് പിൻവലിക്കാൻ കഴിയും. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ ഇസ് വെരി നോമിനൽ ഓൺ സേവിങ്സ് അക്കൗണ്ട്. വളരെ ചെറിയൊരു ഇൻട്രസ്റ്റ് മാത്രമേ നമുക്ക് ഇതിൽ കൂടെ കിട്ടുകയുള്ളൂ. സേവിങ്സ് അക്കൗണ്ട് ഈസ് വൺ ഓഫ് കണ്ടിന്യൂയിങ് നേച്ചർ ആൻഡ് ദർ ഈസ് നോ മാക്സിമം പീരീഡ്. എത്ര കാലം വരെ എന്നുള്ള ഒരു പീരീഡ് എന്നില്ല, അത് കണ്ടിന്യൂ എത്ര വർഷം വേണമെങ്കിലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എ മിനിമം എമൗണ്ട് ഹാസ് ടു ബി കെപ്റ്റ് ഓൺ സേവിങ്സ് അക്കൗണ്ട്. പല ബാങ്കുകളിലും അങ്ങനെയാണ്, മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം. പക്ഷെ ചില ബാങ്കുകളിൽ അങ്ങനെ ഇല്ല. നോ ലോൺ ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് അഗെയിൻസ്റ്റ് സേവിങ്സ് അക്കൗണ്ട്. ഒരു തരത്തിലുള്ള ലോൺ എടുക്കാനും നമുക്ക് ഇതിന്മേൽ കഴിയില്ല. ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ, സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്താണ് പ്രൊസീജിയർ? ഒന്ന്, ഫില്ലപ്പ് ദ പ്രിസ്ക്രൈബ്ഡ് ആപ്ലിക്കേഷൻ ഫോം. നമ്മുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഇൻഫർമേഷൻസ് ഉൾക്കൊള്ളുന്ന ഒരു ഫോം തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും എല്ലാ ബാങ്കുകളിലും. അത്തരം ഫോമുകൾ കൃത്യമായി ഫിൽ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പടിയായിട്ട് നമുക്ക് കാണേണ്ടത്. രണ്ട്, ഡെപ്പോസിറ്റ് ദ ഫോം. The form is submitted along with the required document to the concerned officer and he checks the form. Required documents are generally address proof, income, age, etc. of the customer. നമ്മൾ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ചതിന് ശേഷം ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുക. ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓഫീസേഴ്സ് കൃത്യമായി വെരിഫൈ ചെയ്യും. പ്രത്യേകമായിട്ടും നമ്മുടെ അഡ്രസ് പ്രൂഫാണ് അവർ വെരിഫൈ ചെയ്യുന്നത്. അതുപോലെ സിഗ്നേച്ചർ, സ്പെസിമെൻ സിഗ്നേച്ചർ പോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് പരിശോധിച്ച് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ചെയ്തിരിക്കുന്ന വ്യക്തി ജെന്യുവൻ ആയിട്ടുള്ള ഒരാളാണോ എന്ന് പരിശോധിക്കും. ആൻഡ് കസ്റ്റമർ ഹാസ് ടു ഗിവ് റെഫറൻസ് ടു ദോസ് കസ്റ്റമേഴ്സ് ഹു ആർ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ഓഫ് ദ ബാങ്ക്. ഇത് പുതിയൊരു കാര്യം, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത് നമുക്ക് പറയാൻ കഴിയില്ല. പണ്ട് എങ്ങനെയായിരുന്നു, അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ഒരാളുടെ റെഫറൻസ്, നിലവിലുള്ള ബാങ്കിലെ കസ്റ്റമറുടെ റെഫറൻസ് വേണമായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു റെഫറൻസിന്റെ ആവശ്യം ബാങ്കുകൾ നിർബന്ധം പറയുന്നില്ല. ഓപ്പണിംഗ് ആൻ അക്കൗണ്ട്, അടുത്തതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. Requisite person has to open a minimum amount of deposit a minimum amount of cash balance in his account and he got his account opened with that particular sum of money. ചെറിയൊരു തുക നിക്ഷേപിച്ചുകൊണ്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കാം. This amount is called minimum balance. എത്രയാണോ മിനിമം ബാലൻസ് അത്രയും നമ്മൾ അടയ്ക്കുക. This amount is generally rupees 1000 അടച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. In some banks, students accounts are opened at zero balance. This minimum amount is deposited through pay slip. ചില ബാങ്കുകൾ, നിങ്ങളൊക്കെ വിദ്യാർത്ഥികളായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്റ്റുഡൻറ് അക്കൗണ്ടുകൾ സീറോ ബാലൻസ് അക്കൗണ്ടുകളായിട്ട് ആരംഭിക്കാം. നോ ഫ്രിൽ അക്കൗണ്ട്സ് എന്ന് പറയാം. മറ്റ് അഡീഷണൽ സർവീസുകളൊന്നുമില്ലാതെ, അഡ്മിൻസ് ചെക്കുകളോ ഒന്നുമില്ലാതെ നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ കഴിയും. അതിനാണ് നോ ഫ്രിൽ അക്കൗണ്ട്സ് എന്ന് പറയുക. അപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ടുകൾ നമുക്ക് ആരംഭിക്കാം. അതോടൊപ്പം തന്നെ ഒരു പാസ്ബുക്ക് ലഭിക്കും. ആഫ്റ്റർ ഡെപ്പോസിറ്റിംഗ് മിനിമം ബാലൻസ് പേഴ്സൺ ഗെറ്റ്സ് ഹിസ് അക്കൗണ്ട് നമ്പർ ആൻഡ് ഹിസ് പാസ്ബുക്ക്. ഇപ്പോൾ പാസ്ബുക്കിന്റെ ഒപ്പം തന്നെ ATM കാർഡും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇഫ് എ പേഴ്സൺ റിക്വസ്റ്റ് ഫോർ എ ചെക്ക് ബുക്ക് ഹി ഗെറ്റ്സ് ഇറ്റ് പ്രൊവൈഡഡ്. ഫോർ റിക്വസ്റ്റ് ഓഫ് ATM cards customer have to fill additional form with the main form. This ATM card is delivered to him within a month. ഇപ്പോൾ ഈ ഫോമിന്റെ കൂടെ തന്നെ ATM കാർഡ് പലതും നമുക്ക് എംബഡഡ് ആയിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ATM കാർഡ് കൃത്യമായി ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ കൂടെ ഇപ്പോൾ കൊടുക്കാവുന്നതാണ്. ഇതാണൊരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടേതാണ്. മറ്റു പല ബാങ്കുകൾക്കും മറ്റു തരത്തിലുള്ള ഫോമാണ്. എന്നാൽ പൊതുവെ ഇത്തരം വിവരങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മുടെ ബ്രാഞ്ചിൻ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഫില്ല് ചെയ്യാം. അതോടൊപ്പം തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ്, റെസിഡൻഷ്യൽ അഡ്രസ്, നമ്മുടെ ഓഫീസ് ബിസിനസ് ആവശ്യങ്ങൾക്കാണെങ്കിൽ അത്തരം അഡ്രസ്സുകൾ, പിന്നെ അതുപോലെ തന്നെ അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ്, അതുപോലെ സിഗ്നേച്ചർ, നമ്മളുടെ സ്പെസിമെൻ സിഗ്നേച്ചർ ഇടുന്നതിനുള്ള കൃത്യമായിട്ടുള്ള ഫോം, അതുപോലെ പാൻ നമ്പർ, ഇത്തരം കാര്യങ്ങൾ, നാഷണാലിറ്റി, ഇതൊക്കെ നമുക്ക് അവിടെ കൊടുത്തുകൊണ്ട് നമ്മളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഇത്തരം ഇൻഫർമേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. തുടർന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പ്രൊസീജിയർ ഫോർ ഡെപ്പോസിറ്റിംഗ് മണി ഇൻ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. നമുക്ക് എങ്ങനെ SBI അക്കൗണ്ടിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയും? ഒന്ന്, one has to fill a slip obtained at bank known as pay-in slip. Information required generally include the following. ഇപ്പോൾ pay-in slip വഴിയായിട്ടാണ് നമുക്ക് ബാങ്കുകളിൽ പൈസ നിക്ഷേപിക്കാനായിട്ട് കഴിയുക. എന്നാൽ ഇന്ന് ചില ബാങ്കുകൾ, ഇപ്പോൾ SBI പോലെ, ഫെഡറൽ ബാങ്ക് പോലുള്ള ബാങ്കുകൾ ഓട്ടോമേറ്റഡ് ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻസ് പല സ്ഥലത്തും സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക്
നമ്മുടെ കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബാങ്കിലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് പണം നിക്ഷേപിക്കാൻ സാധിക്കും. അത് 24 മണിക്കൂറും നമുക്ക് ഏത് സമയത്തും 24/7 എപ്പോൾ വേണമെങ്കിലും നിക്ഷേപിക്കാം എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ബാങ്കിങ് സമയം മാത്രം നോക്കി നിൽക്കാനായിട്ട് നമുക്ക് സമയമില്ലെങ്കിൽ നമുക്കല്ലാത്ത സമയത്തും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ബാങ്കിലെ ഒരു സർവീസോ അല്ലെങ്കിൽ സ്റ്റാഫിന്റെ സർവീസോ നമുക്ക് അതിനാവശ്യമില്ല. ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ് സ്കീമാണ്. CDMs എന്നും അറിയപ്പെടും. ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻസ് അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻസ് എന്നും അറിയപ്പെടും. നിങ്ങളിങ്ങനെ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ATMസിനോടൊപ്പം CDMകൾ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചാൽ മതി. അവിടെയായിരിക്കും ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പെയിൻ സ്ലിപ്പിൽ ആദ്യം നെയിം ഓഫ് ദ ഡെപ്പോസിറ്റർ മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കണം. അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മുടെ അക്കൗണ്ടിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കണം. അല്ലെങ്കിൽ മറ്റൊരു ബെനിഫിഷ്യറി ആണെങ്കിൽ അയാളുടെ അക്കൗണ്ട് നമ്പർ കൃത്യമായിട്ട് തെറ്റാതെ കൊടുക്കുക. സം ഓഫ് ദി എമൗണ്ട് ടു ബി ഡെപ്പോസിറ്റ് ഇൻ വേർഡ്സ് ആൻഡ് ഫിഗേഴ്സ് രണ്ടും കൊടുത്തിരിക്കണം കൃത്യമായിട്ട്. എത്രയാണ് നമ്മൾ അടയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുക എന്ന് പറയുന്നത് കൃത്യമായി കൊടുക്കുക. സ്പെസിഫിൻ സിഗ്നേച്ചർ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ കൊടുത്തിരിക്കുന്ന അതേ സിഗ്നേച്ചർ തന്നെ ഇവിടെ കൊടുക്കുക. ഡേറ്റ് കൊടുക്കുക. ടെലിഫോൺ ആൻഡ് മൊബൈൽ നമ്പർ കൊടുക്കുക. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ ട്രാൻസാക്ഷൻ ഡിക്ലൈൻഡ് ആയി കഴിഞ്ഞാൽ ബാങ്കിന് നിങ്ങളെ അറിയിക്കണമെങ്കിൽ ഈ മൊബൈൽ നമ്പർ അനിവാര്യമാണ്. ദിസ് ഫിൽഡ് സ്ലിപ്പ് ഈസ് ടു ബി ഡെപ്പോസിറ്റ് ടു ദ ബാങ്ക്സ് ക്യാഷ് കൗണ്ടർ അലോങ് വിത്ത് ദ സം ഓഫ് മണി. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുകയും ഈ പറയുന്ന പെയിൻ സ്ലിപ്പും കൊണ്ട് ബാങ്കിന്റെ ക്യാഷ് കൗണ്ടറിൽ ചെന്ന് നമുക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം. കസ്റ്റമർ ഇൻ റിട്ടേൺ ഗെറ്റ്സ് എ സൈൻഡ് ആൻഡ് സീൽഡ് സ്ലിപ്പ് ആസ് എ പ്രൂഫ് ഓഫ് ഡെപ്പോസിറ്റ് മണി. അവരത് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സ്ലിപ്പ് കയറി തരും. അപ്പോൾ ഒരു പെയിൻ സ്ലിപ്പിന് 2 ഭാഗം ഉണ്ടായിരിക്കും. ആ ഭാഗത്തിൽ 2 ഭാഗത്തും നമ്മൾ വിവരങ്ങൾ ഒരേപോലെ ഫില്ല് ചെയ്യുക. സൈഡിലെ പോർഷൻ അവർ കട്ട് ചെയ്ത് തരും. അത് നമുക്ക് നമ്മുടെ ഒരു ആധികാരികമായ പ്രൂഫായിട്ട് നമുക്ക് സ്വീകരിക്കാം. If a person wants to deposit a check, he can do so by filling the pain slip and get it signed by the concerning officer, and it has to be dropped in a check box for further processing. ചെക്കാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്, പണമായിട്ടുള്ള കറൻസി ആയിട്ടല്ലെങ്കിൽ അതിനും ഇതേ പ്രൊസീജിയർ തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ചെക്ക് ബോക്സിൽ നമ്മൾ ഇടുകയും ചെക്ക് പിന്നീട് കളക്ഷന് വേണ്ടി വിടുകയും ചെയ്യും. നമ്മുടെ ഓൺ ബാങ്ക് അക്കൗണ്ടിലാണെങ്കിൽ നമുക്ക് ചെക്ക് കളക്ഷന്റെ ആവശ്യമില്ല, ബാങ്കിന് തന്നെ അത് എടുക്കാവുന്നതാണ്. പക്ഷെ അതേസമയം മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലാണെങ്കിൽ അത് കളക്ഷന് പോകേണ്ടതായിട്ട് വരും. ഇതാണൊരു പെയിൻ സ്ലിപ്പിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ലെഫ്റ്റ് സൈഡ് ഈ ഒരു പോർഷനുണ്ട്, റൈറ്റ് സൈഡിൽ വേറൊരു പോർഷനുണ്ട്. ഈ റൈറ്റ് സൈഡിലെ പോർഷനാണ് ബാങ്കിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡ് പോർഷനിലും നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും ഒരുവിധം എല്ലാ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസും ഉണ്ടാവും. നമ്മൾ ക്യാഷ് അടച്ചു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിലെ പോർഷൻ അവർ കട്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ സീൻ ആൻഡ് സൈൻ വെച്ചിട്ട് നമുക്ക് തിരിച്ചു തരും. ഇതാണ് നമ്മുടെ പ്രൂഫായിട്ട് പിന്നീട് ഉപയോഗിക്കുക. എന്നാൽ ഈ റൈറ്റ് സൈഡിലെ പോർഷൻ ബാങ്ക് പൂർണ്ണമായും അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും. അവിടെ നമുക്ക് അക്കൗണ്ട് നമ്പർ, ഡേറ്റ്, അതുപോലെ തന്നെ എമൗണ്ട്, പാൻ നമ്പർ ഉണ്ടെങ്കിൽ അത് 50,000 മുകളിലൊക്കെ ആണെങ്കിൽ പാൻ നമ്പർ വേണം. നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ്, നമ്മുടെ ബാങ്കിന്റെ എമൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. അതുപോലെ തന്നെ ഡിനോമിനേഷൻസ്, 1000 നോട്ട് എത്ര, 500 എത്ര, 200 എത്ര എന്നൊക്കെ ഉള്ളത് കൊടുക്കുക. അതുപോലെ തന്നെ എത്രയാണ് എമൗണ്ട് എന്നുള്ളത് റിട്ടേൺ ആയിട്ട് കൊടുക്കുക. അതുപോലെ ഫോൺ നമ്പർ, ഇത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് ഈ പെയിൻ സ്ലിപ്പിൽ കൊടുക്കാവുന്നതാണ്. ഇത് വളരെ വിശദമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉള്ള ഒരു കാര്യം കൂടി ആയതുകൊണ്ട് തന്നെ ബാങ്കുകളിൽ പോയി ചെറിയൊരു തുകയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്ത് പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഈ പെയിൻ സ്ലിപ്പ് ഉപയോഗിച്ച് പഠിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അത് നിങ്ങളൊരു ടാസ്ക് ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ ബാങ്കുകളിൽ പോയി ചെറിയൊരു തുക, നിങ്ങളുടെ കയ്യിലുള്ള ചെറിയൊരു തുക വീടുകളിൽ നിന്നോ പാരൻസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഇത് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ATM വഴി അന്ന് തന്നെ പിറ്റൊരു ദിവസമോ നമുക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ് വളരെ ഭംഗിയായിട്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമുക്ക് പഠിക്കുന്നതിന് വളരെയധികം അത് ഉപകാരപ്രദമായിരിക്കും. ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ എന്താണ് പ്രൊസീജിയർ? ഒന്ന്, വിഡ്രോയൽ ഫോം എന്ന് പറയുന്ന ഫോം നമുക്ക് ഉപയോഗിക്കാം, ATM ഉപയോഗിക്കാം, അതുപോലെ ചെക്ക് ഉപയോഗിക്കാം. അപ്പോൾ പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്നത് ATMകളാണ്. ബിസിനസ്സിൽ പലരും ചെക്കും വിഡ്രോയൽ ഫോമുകളും ഒക്കെ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നത്. ജനറൽ പബ്ലിക് ഇപ്പോൾ ATMനെയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതാണ് ഒരു വിഡ്രോവൽ സ്ലിപ്പ് എന്ന് പറയുന്നത്. അവിടെയും ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട
എല്ലാ ഇൻഫർമേഷൻസും ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ഒന്നാണ് വിഡ്രോവൽ ഫോം എന്ന് പറയുന്നത്. അങ്ങനെ വളരെ എളുപ്പമാണ്. ATM ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നമുക്ക് സിമ്പിളായിട്ട് ഉള്ള വിഡ്രോവൽ ഫോം എന്നുള്ളതുകൊണ്ട് എല്ലാവരും അതിനെയാണ് ആശ്രയിക്കുന്നത്. പക്ഷേ ATM-ൽ ഒരു ഡേ ലിമിറ്റ് ഉണ്ട്. എത്രയാണ് വിഡ്രോവൽ ചെയ്യുന്നത് എന്നുള്ളതിന് ലിമിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ തുക ആവശ്യമെങ്കിൽ നമ്മൾ ചെക്കോ അല്ലെങ്കിൽ വിഡ്രോവൽ സ്ലിപ്പോ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചെക്കിനെ കുറിച്ച് നമ്മൾ വിശദമായി ഒരു സെഷൻ പഠിക്കുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. ATM കാർഡ് നമ്മൾ വിശദമായി പിന്നീട് ഒരു സെഷൻ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് അതിനെക്കുറിച്ചും ഇപ്പോൾ പറയുന്നില്ല. സോ നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ, ഉപകാരപ്രദമായി എന്നും കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഈ ഒരു സെഷനെ സംബന്ധിച്ചുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഇടുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും ഓളും ഇനേബിൾ ചെയ്യുക. Thank you for watching and keep watching Easy Learn 365.